ഗുഡ് മോർണിംഗ് മൈ ഡിയർ കിഡ്സ്. വെൽക്കം ടു മൈ കിഡ്സ് ഗാർഡൻ. എൻ്റെ എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് ഒരു ഫൺ ആക്ടിവിറ്റിയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. എൻ്റെ എല്ലാ കുഞ്ഞു മക്കളും ഈ ഫൺ ആക്ടിവിറ്റി ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഓക്കെ, നോക്കാം. ഏതൊക്കെയായിരുന്നു നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള ലെറ്റേഴ്സ്? ഐ, ജെ, കെ, എൽ, എം, എൻ, ഒ, പി അല്ലേ? ഇത്തരം ലെറ്റേഴ്സ് ആയിരുന്നു നമ്മൾ ഇതുവരെ പഠിച്ചിരുന്നത്. ഈ ഐ മുതൽ പി വരെയുള്ള ലെറ്റേഴ്സ് വെച്ചിട്ടുള്ള ഒരു ഫൺ ആക്ടിവിറ്റിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും റെഡിയാണോ? ഓക്കെ, നമുക്ക് തുടങ്ങാം. അപ്പം ആദ്യത്തെ ലെറ്റർ ഏതായിരുന്നു? ഐ. ഏതായിരുന്നു ലെറ്റർ? ഐ. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാം. നിങ്ങളുടെ കയ്യിൽ എന്ത് സാധനങ്ങളുണ്ടോ അത് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾ വീട്ടിൽ വഴക്കുണ്ടാക്കല്ലേ, എനിക്ക് ഇങ്ങനെ ടീച്ചറിൻ്റെ കയ്യിലിരിക്കുന്ന കണക്കത്തെ സാധനം വേണമെന്നൊന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കല്ലേ. എന്ത് സാധനങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് വെച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. എന്തിനാണ് ഇത് ചെയ്യിപ്പിക്കുന്നത്? നിങ്ങൾക്ക് അക്ഷരങ്ങൾ നല്ലതുപോലെ ആവാൻ വേണ്ടിയാണ് ഞാൻ ഇതുപോലെ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കുന്നത് കേട്ടോ. നമ്മുടെ ഇത് സെക്കൻഡ് ആക്ടിവിറ്റിയാണ്. ഫസ്റ്റ് നമ്മളൊരു ആക്ടിവിറ്റി ചെയ്തിരുന്നു, അത് എ മുതൽ പി വരെയായിരുന്നു അല്ലേ? ഇത് സെക്കൻഡ് ആക്ടിവിറ്റിയാണ്. ഈ സെക്കൻഡ് ആക്ടിവിറ്റിയിൽ നമ്മൾ ഐ മുതൽ പി വരെയുള്ള ലെറ്റർ, മറ്റേത് എ മുതൽ എച്ച് വരെയുള്ള ലെറ്റർ ആയിരുന്നു. അപ്പം ഇത് സെക്കൻഡ് ആക്ടിവിറ്റിയാണ്. ഓക്കെ, അപ്പം ഫസ്റ്റ് ലെറ്റർ ആയിട്ടുള്ള ഐ എങ്ങനെയാണ് എഴുതുന്നത്? സ്റ്റാൻഡിങ് ലൈൻ കൊടുക്കുന്നു, ദെൻ സ്ലീപ്പിംഗ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ. സെക്കൻഡ് ആയിട്ടുള്ള ലെറ്റർ ഏതാണ്? ജെ. ജെ എന്ന് പറയുന്ന ലെറ്റർ എങ്ങനെയാണ് എഴുതുന്നത്? സ്റ്റാൻഡിംഗ് ലൈൻ, കർവ്, സ്ലീപ്പിംഗ് ലൈൻ. ദെൻ നെക്സ്റ്റ് ലെറ്റർ ആയിട്ടുള്ള കെ എങ്ങനെയാണ് എഴുതുന്നത്? കെ എഴുതുന്നത് ഒരു സ്റ്റാൻഡിംഗ് ലൈൻ കൊടുക്കുന്നു, ദെൻ സ്ലീപ്പിംഗ് ലൈൻ. ആ സ്റ്റാൻഡിംഗ് ലൈനിൽ കൊണ്ടുവന്ന് മുട്ടിച്ചിട്ട് അവിടുന്ന് താഴോട്ട് അല്ലേ? എന്നിട്ട് ഒരു സ്ലീപ്പിംഗ് ലൈനും കൂടെ സ്ലാൻഡിംഗ് ലൈനും കൂടെ കൊടുക്കുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ലെറ്റർ ഏതാണ്? എൽ. എൽ എങ്ങനെ എഴുതുന്നത്? എൽ എഴുതുന്നത് ക്യാപിറ്റൽ ലെറ്റർ എൽ എഴുതുക. സോറി, എൽ എഴുതുന്നത് എങ്ങനെയാണ്? ഞാൻ നിങ്ങളെ പഠിപ്പിച്ചപ്പോഴത്തേക്ക് എനിക്കാണെങ്കിൽ തെറ്റിപ്പോയി. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് എഴുതുന്നത്? സ്റ്റാൻഡിംഗ് ലൈൻ കൊടുക്കുന്നു, സ്റ്റാൻഡിംഗ് ലൈൻ കൊടുത്തിട്ട് നമ്മളൊരു സ്ലീപ്പിംഗ് ലൈനെ കൊടുക്കുന്നു അല്ലേ? ഏതാണ് ലെറ്റർ? എൽ. ദെൻ അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ലെറ്റർ ഏതാണ്? എം. എം എഴുതപ്പം നമ്മുടെ കുഞ്ഞു മക്കൾ ശ്രദ്ധിക്കണം, ഒരിക്കലും ടോപ്പിൽ നിന്നും ബോട്ടത്തിലോട്ട് എം എഴുതല്ലേ. ബോട്ടത്തിൽ നിന്നും ടോപ്പിലോട്ടാണ് എം എഴുതേണ്ടത്. ബോട്ടത്തിൽ നിന്നും ടോപ്പിലോട്ട് എഴുതുക, സ്ലാൻഡിംഗ് ലൈൻ കൊടുക്കുക, ദെൻ മേളിലോട്ട് പോവുക, വീണ്ടും താഴോട്ടൊരു സ്റ്റാൻഡിംഗ് ലൈൻ കൊടുക്കണം. മനസ്സിലായോ? എം. അത് കഴിഞ്ഞ് അടുത്ത ലെറ്റർ ആയിട്ടുള്ള എൻ. എൻ എങ്ങനെ എഴുതുന്നത്? എന്നും അതുപോലെ തന്നെ ബോട്ടത്തിൽ നിന്നും ടോപ്പിലോട്ട് പോവുക, എന്നിട്ട് നമ്മൾ എന്തോ ചെയ്യണം? സ്ലാൻഡിംഗ് ലൈൻ കൊടുക്കുന്നു, എന്നിട്ട് ഒരു സ്റ്റാൻഡിംഗ് ലൈനിൽ കൊടുക്കണം. ഓക്കെ, ഇങ്ങനെ വേണം എഴുതാൻ. ഇനി പ്രത്യേകം ശ്രദ്ധിക്കണ്ടേ, എമ്മിൻ്റെയും എന്നിൻ്റെയും ബോട്ടവും ടോപ്പും സെയിം ലെങ്ത് ആയിരിക്കണം, ഡിഫറൻസ് ആയിരിക്കില്ല. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഒന്നിന് എമ്മിൻ്റെ ബോട്ടത്തിൽ നിന്ന് ടോപ്പിലോട്ട് വരച്ചില്ലേ, ആ ലൈൻ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡിംഗ് ലൈൻ, അതിന് ലെങ്ത് കൂടി. എന്നിട്ട് നെക്സ്റ്റ് അപ്പുറത്ത് എമ്മിനെ നമ്മൾ കംപ്ലീറ്റ് ആക്കിയ ആ ലൈൻ, അതിന് ലെങ്ത് കുറഞ്ഞു. അങ്ങനെ എഴുതല്ലോ, രണ്ടും സെയിം ആയിട്ടുള്ള രീതിയിൽ നിൽക്കുന്ന രീതിയിൽ എഴുതാവും. മനസ്സിലായോ? അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ലെറ്റർ ആയിട്ടുള്ള ഒ. ഓയെ എങ്ങനെയാണ് എഴുതുന്നത്? ഓയെ എഴുതുന്നതെന്ന് പറഞ്ഞാൽ റൗണ്ട്. ഓ എഴുതാൻ എളുപ്പമല്ലേ? ഇനി നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ എന്താ പടമൊക്കെ വരയ്ക്കും. പടമൊക്കെ വരയ്ക്കുമ്പോൾ കണ്ണും മൂക്കും വായും ഒക്കെ വെച്ചൊക്കെ പടം വരയ്ക്കും അല്ലേ? അപ്പം അങ്ങനെ വരയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞു മക്കൾക്ക് കൈ നല്ലതുപോലെ വഴങ്ങി വരും അല്ലേ? അവർ പടം പ്രത്യേകം ഞാൻ പറയാം, പിക്ചേഴ്സൊക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ എന്തോ ചെയ്യണം? പ്രൊമോട്ട് ചെയ്യണം അല്ലേ? അവർക്ക് അതൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം അവർ. മനസ്സിലായോ? അപ്പോൾ ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. ഓ കഴിഞ്ഞ അടുത്ത ലെറ്റർ ഏതാണ്? പി. പി എങ്ങനെയാണ് എഴുതുന്നത്? സ്റ്റാൻഡിംഗ് ലൈൻ കൊടുക്കുന്നു, എന്നിട്ട് എന്തോ ചെയ്യും? നമ്മൾ കർവ് വരയ്ക്കും. അങ്ങനെയാണ് പി എഴുതുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഐ മുതൽ പി വരെയുള്ള
ലെറ്റേഴ്സിൻ്റെ ഫൺ ആക്ടിവിറ്റിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്റ്റ് നമ്പറും മെയിൽ ഐഡിയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബൈ, താങ്ക് യു.